ആറാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 30 രണ്ട് പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഇങ്ങനെ ഒരു പോർഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പാർട്ട്, ഭാഗവും ഗുണനവും. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ 6 meter ലോങ് സ്ട്രിങ് ഈസ് കട്ട് ഇൻ ടു 2 equal pieces. ഹൗ ലോങ് ഈസ് ഈച്ച് പീസ്? 6 മീറ്റർ നീളമുള്ള ചരട് 2 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ 6 മീറ്റർ നീളമുള്ള ഒരു റിബൺ ഉണ്ട്. അതിനെ തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ തിരിച്ചു, 2 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചു. നമുക്കറിയാം 6നെ 2 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 മീറ്റർ അല്ലേ? അതായത് ഹാഫ് ഓഫ് 6, അതാണല്ലോ നമ്മുടെ 3 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ഓഫ് 6 മീറ്റർ എന്ന് പറയുന്നതാണ് 3 meters, 6 മീറ്ററിൻ്റെ പകുതി. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഹാഫ് ഓഫ് 6. അതായത് 1/2 of 6 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 into 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 meter. ഓരോ കഷ്ണത്തിൻ്റെയും നീളം സമം 6ൻ്റെ 2/1 ഭാഗം സമം 6 ഗുണം 2/1 സമം 3 മീറ്റർ. ഇതിലടുത്ത ഒരു പ്രോബ്ലം ഇതാണ്: 2 meter long ribbon is cut into 3 equal parts. ഹൗ ലോങ് ഈസ് ഈച്ച് പീസ്? 2 മീറ്റർ നീളമുള്ള ചരട് 3 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം പോലെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നേരത്തെ നമ്മളോട് 6 മീറ്റർ ആയിരുന്നു, 2 സമഭാഗങ്ങളാക്കി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം 3 3. പക്ഷേ ഇവിടെ നമുക്ക് 2 മീറ്ററാണ്, അപ്പോൾ അതിനെ 3 സമഭാഗങ്ങളാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നോക്കുക, ഇത് 2 മീറ്റർ നീളമുള്ള റിബണാണ്. ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു പാർട്ട് എത്ര വരും? 1 മീറ്റർ. അപ്പം ഈ ഒരു ഭാഗം 1 മീറ്ററും ഇവിടെയും 1 മീറ്ററും വരും. ഇനി ഈ 1 മീറ്റർ എന്നുള്ളതിനെ നമുക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/3 മീറ്റർ ആയിരിക്കും. അതായത് 1/3 ഭാഗം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൊത്തം ഇപ്പോൾ എത്ര എണ്ണം തന്നിട്ടുണ്ട്? എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡിവൈഡ് ചെയ്തപ്പം? 6 പാർട്സ് ആയിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തേക്കുക. ഇതിനെ 2 വീതം ഒരുമിച്ചെടുക്കുക. ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ നമുക്ക് 2 മീറ്ററിന് ഇപ്പോൾ 3 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട് നമ്മളല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 2 കൂടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 2 കൂടെ ചേർത്ത് വരുമ്പോഴോ 2/3 മീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 of 2, അതായത് 1/3 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 മീറ്റർ. ഓരോ കഷ്ണത്തിൻ്റെയും നീളം സമം 2ൻ്റെ 3/1 ഭാഗം, അതായത് 2 ഗുണം 3/1 സമം 3/2 മീറ്റർ. നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 kilogram? 5 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗം എത്രയാണ്? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 5 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗം എത്രയാണ്? അതായത് വാട്ട് ഈസ് 1/4 of 5 kilogram? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലത്തെ ഒരെണ്ണം കണ്ടായിരുന്നു, 1/4 of 5, അതായത് 1/5 times 1/4 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരെണ്ണം കണ്ടായിരുന്നു. അപ്പോൾ 1/4 of 5 എന്ന് പറയുന്നത് 1 and 1/4 kilogram, അതായത് 1/4 into 5. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 1/4 into 5 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 5 പ്രാവശ്യം നമ്മളിവിടെ 1/4 ഇവിടെ നോക്കിയാൽ നമുക്ക് 1/4 into 5, അതായത് ഇവിടെ 5 പ്രാവശ്യം നമ്മൾ 1/4 എഴുതുവാണെങ്കിൽ നമുക്ക് 1/4 + 1/4 + 1/4 + 1/4 അത് ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു 1/4 കൂടി ഉണ്ട്. അപ്പോൾ 1 + 1/4 എന്ന് പറഞ്ഞാൽ 1 and 1/4. അതാണ് ഇവിടെ 5 എണ്ണമായിട്ട് നമ്മൾ ആ 1/4നെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കൂട്ടുക. പിടികിട്ടി? അപ്പോൾ നമുക്കിവിടെ 1/4 into 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താ വരുന്നത്? 1 and 1/4 kilogram. അതെങ്ങനെയാണ് വന്നത്? നമ്മൾ ഈ 1/4 4 1/4 ചേരുമ്പോൾ നമുക്ക് 1 കിട്ടും. പിന്നെ മിച്ചമുള്ളത് ഒരു 1/4. അപ്പോൾ 1 and 1/4. ഇവിടെ 5 എണ്ണം വേണ്ടത്. അപ്പോൾ 5 എണ്ണം നമ്മൾ എഴുതി, അതിൽ 4 എണ്ണം ചേരുമ്പോൾ 1 കിട്ടും. പിന്നെ ഉള്ള 1/4 കൂടെ ചേർക്കുമ്പോൾ 1 and 1/4. അപ്പോൾ 5 കിലോഗ്രാമിൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് എന്ത് വരും? 1 and 1/4 kilogram. ഡിഫറെൻറ്റ് വേയ്സ്, തിരിച്ചും മറിച്ചും. ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? 3 times of 1/4. അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ച 1/4 of 3. അപ്പോൾ രണ്ടും തുല്യമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. If 3 liters of milk is equally divided among 4 persons, how much would each get?
3 ലിറ്റർ പാൽ 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടും? അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട പ്രോബ്ലം അനുസരിച്ചാണെങ്കിൽ 3 ലിറ്റർ പാലാണുള്ളത്. എത്ര പേർക്കാണ് നമ്മൾ തുല്യമായിട്ട് വീതിച്ചു കൊടുത്തേ? 4 പേർക്ക് അല്ലേ. അപ്പോൾ 4 പേർക്ക് തുല്യമായിട്ട് വീതിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എത്ര വരും? 4/1 ആയിരിക്കും കിട്ടുന്നത്. അപ്പം 3ന്റെ 4/1 കണ്ടുപിടിച്ചാൽ മതി അവിടെ. അപ്പോൾ 1/4 ഓഫ് 3 അതാണ് നോക്കേണ്ടത്. എത്ര പേർക്ക് വീതിക്കുന്നു അതാണ് നമ്മൾ ഫ്രാക്ഷനായിട്ട് അവിടെ എഴുതുന്നത്. 4/1 1/4. പിന്നെ മൊത്തം എത്ര ലിറ്റർ ആണ് അത് ഓഫ് 3 ആയിട്ട് നമ്മളവിടെ എഴുതും. അപ്പോൾ 1/4 ഓഫ് 3 ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇത് ഇപ്പം നമ്മൾ പഠിച്ച രീതിയിൽ, അതായത് 3ന്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 3 ഗുണം 4/1 സമം 4/3. അത് കിട്ടിയല്ലോ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ അതിനെ ചിന്തിക്കാനായിട്ട് പോവുക. നമുക്കിവിടെ നോക്കാം, 3 ലിറ്ററാണ് നമുക്കുള്ളത്. എത്ര പേർക്കാണ് നമുക്ക് വീതിക്കണ്ടേ? 4 പേർക്ക് വീതിക്കണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ 3 ലിറ്റർ എന്നുള്ളതിനെ നമുക്ക് 1 ലിറ്റർ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ 3 1 ലിറ്റർ കിട്ടുമല്ലോ. ഓക്കെ, ഇനി ഈ 1 ലിറ്റർ നമ്മൾ 4 പേർക്കായിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. 1 ലിറ്റർ നമ്മൾ 4 പേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്രയായിരിക്കും വരുന്നത്? 4/1 അല്ലേ. ഓരോരുത്തർക്കും അവിടെ 4/1 വീതം കിട്ടും. അതായത് 1/4 ലിറ്റർ കിട്ടും. ഇനി അതുപോലെ ഓരോന്ന് നമ്മൾ അതുപോലെ കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ എത്ര കാലുണ്ട് അവിടെ നോക്കിക്കേ. നമുക്ക് ഒരാൾക്ക് കിട്ടുന്ന എന്ത് വരും? 3/4 ലിറ്റർ കിട്ടും അല്ലേ. 3 ടൈംസ് 1/4 ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന എന്താ? 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. 3/4 ലിറ്റർ കിട്ടും. 3/4 ലിറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3/4. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അതായത് 1/4 ഓഫ് 3 എന്ന് പറയുന്നതും 3 ടൈംസ് 1/4 എന്ന് പറയുന്നതും തുല്യമാണ്. 3ന്റെ 4/1 ഭാഗവും 4/1 3 മടങ്ങെന്ന് പറയുന്നതും തുല്യമാണ്. അതായത് 1/4 ഇൻറ്റു 3 ഈക്വൽ ടു 3 ഇൻറ്റു 1/4 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പേജ് 30 പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. 9 liters of milk is equally shared by 4 kids. How much does each get? What if it were shared by 3? 9 ലിറ്റർ പാൽ 4 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? 3 പേർക്കാണ് തുല്യമായി വീതിക്കുന്നതെങ്കിലോ? ഇപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 9 liters of milk is equally shared by 4 kids. ഇവിടെ തുല്യമായിട്ട് എത്ര പേർക്കാണ് കൊടുത്തേക്കുന്നത്? 4 അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഉടനെ തന്നെ എഴുതാം എന്താ? 4/1 മൊത്തം എത്രയുണ്ട്? 9 ലിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെ എഴുതാം? 1/4 ഓഫ് 9. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഗോട്ട് ബൈ ഈച്ച് കിഡ് എന്ന് പറയുന്നത് വരും, അതായത് ഓരോ കുട്ടിക്കും ലഭിക്കുന്ന പാല് 4/1, അതായത് 1/4 ഓഫ് 9. 4/1 1/4 ഓഫ് 9, അതായത് 9ന്റെ 4/1 ഭാഗമാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അത് ഓർത്തോണം എപ്പോഴും. എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 പേർക്ക്. അപ്പോൾ നമ്മൾ ഉടനെ 4/1 എത്ര ലിറ്റർ ആണ് ഡിവൈഡ് ചെയ്യുന്നത്? ഓഫ് 9. അപ്പോൾ 1/4 ഇൻറ്റു 9 അങ്ങനെ എഴുതാൻ പറ്റും. ഇനി 1/4 ഇൻറ്റു 9 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അത് നമുക്ക് 2 രീതി ചെയ്യാം. ഇത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. വലിയ വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ നമ്മൾ ഇതല്ലാതെ ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രീതിയിൽ നോക്കാം. അപ്പോൾ ഇവിടെ എത്ര 1/4 വരുന്നുണ്ട്? 9 1/4 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിവിടെ 9 1/4 കൂട്ടിയേക്കുക. 1/4 പ്ലസ് 1/4 പ്ലസ് അങ്ങനെ കൂട്ടി. അപ്പോൾ ഇതിൽ 4 1/4 ചേരുമ്പോൾ എത്ര വരും? 1. ഇനി അടുത്ത 4 1/4 ചേരുമ്പോൾ എത്ര വരും? 1. ഇപ്പം മൊത്തം 8 1/4 നമ്മളെടുത്തു. ഇനി മിച്ചം ഒരു 1/4 ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 + 1 + 1/4. 1 + 1 എത്രയാണ് വരുന്നത്? 2. അപ്പോൾ 2 + 1/4 എന്ന് പറയുമ്പോൾ 2 and 1/4 ലിറ്റർ. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന പാൽ എന്ന് പറയുന്നത് 2 and 1/4 ലിറ്റർ എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക, കാരണം ഇതാണ് നമ്മൾ കൂടുതലും ഇനി തൊട്ടങ്ങോട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 9നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്കറിയാം 4 × 2 ആണ് 8 വരുന്നത് ആണല്ലോ. ഇപ്പം 9 നമ്മളിപ്പോൾ 9ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 1 കിട്ടും. അപ്പോൾ നമ്മളിവിടെ കോഷ്യൻ്റ് നമുക്ക് കിട്ടിയേക്കുന്നത് 2 ആണ്, റിമൈൻഡർ കിട്ടിയേക്കുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കോഷ്യൻ്റ് എഴുതണം 2, പിന്നെ റിമൈൻഡർ ബൈ നമ്മൾ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? 4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 2 and 1/4 അങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ കൂടുതലും ഓർത്ത് വെക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിത് 9/4, ഇത് 9/4നെ നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് ഈ രീതിയിലോട്ട് എഴുതുന്നത്. അപ്പം അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഇഫ് ഇറ്റ് വെയർ ഷെയർഡ് ബൈ 3? 3 പേർക്ക് തുല്യമായിട്ടാണ് വീതിക്കുന്നതെങ്കിലോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 4 പേർക്കാണെങ്കിൽ നമ്മൾ 1/4 × 9 ആയിരുന്നു. അപ്പോൾ 3 പേർക്കാകുമ്പോൾ എന്ത് വരും? 1/3 of 9. അതായത് 1/3 × 9. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഗോട്ട് ബൈ ഈച്ച് കിഡ്. ഒരു കുട്ടിക്ക് ലഭിക്കുന്ന പാൽ എന്ന് പറയുന്നത് എന്ത് വരും? 1/3 of 9. 9ന്റെ 3ൽ ഒരു ഭാഗം. അതായത് 1/3 × 9 = 3 ലിറ്റർ. 9 × 1/3 = 3 ലിറ്റർ. ഇത് 1/3 × 9 എന്ന് എഴുതിയാലും 9 × 1/3 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ് വരുന്നത്. നമ്മൾ മലയാളത്തിൽ ഇവിടെ 9ന്റെ 3ൽ ഒരു ഭാഗം എന്ന് എഴുതിയോണ്ടാണ് നമ്മൾ ആദ്യം 9 എടുത്ത് എഴുതിയത്. ഇവിടെ 9 × 1/3 എന്ന് എടുത്ത് എഴുതുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 6 kilograms of rice is packed into 4 identical bags. How much rice is in each bag? What if it were packed into 2 bags? 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 4 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 2 സഞ്ചികളിലാക്കിയാലോ? അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 6 കിലോഗ്രാം ഉണ്ട്, 4 ഐഡൻറ്റിക്കൽ ബാഗ്സിലാണ് നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം 6 4 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബാഗ്സ്. അപ്പോൾ തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഉത്തരം എഴുതാം, എന്താ? 1/4 × 6. അതാണ് അതിൻ്റെ ഒരു ബാഗിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം. 6 കിലോഗ്രാമാണ്, 4 ഐഡൻറ്റിക്കൽ ബാഗ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, 6 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ബാഗുകളിലോട്ടാക്കി അല്ലേ? 4 ബാഗിൽ നമ്മൾ ആദ്യമേ തന്നെ ഓരോ ബാഗിലും ഓരോ കിലോഗ്രാം വീതം ഇട്ടു. പിന്നെ മിച്ചം എത്ര കിലോഗ്രാം ഉണ്ട്? 2 കിലോഗ്രാം ഉണ്ട് അല്ലേ? അപ്പം ഓൾറെഡി ഈ 4 ബാഗിലും ഓരോ കിലോഗ്രാം വീതം ഉണ്ട്. ഇനി മിച്ചം നമുക്ക് 2 കിലോഗ്രാം ഉണ്ട്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 ബാഗിലാക്കണം അല്ലേ? 4 ബാഗിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ 2 എന്നുള്ളതിനെ 1 1 വെച്ച് പെട്ടെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ 1 കിലോഗ്രാം ഇനി 2 ബാഗിലിടണം, 1 കിലോഗ്രാം 2 ബാഗിലിടണം അല്ലേ? അതായത് 2 ബാഗിൽ തുല്യമായിട്ട് വിഭജിച്ചിടണം. അപ്പോൾ നമുക്കറിയാം 1 കിലോഗ്രാമിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിലോഗ്രാം വരും? 1/2 കിലോഗ്രാം അല്ലേ? അപ്പോൾ ഒരു ബാഗിൽ 1/2 കിലോഗ്രാം, അടുത്ത ബാഗിൽ 1/2 കിലോഗ്രാം. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ ഓൾറെഡി ആ ബാഗിൽ 1 കിലോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രയും കൂടെ വന്നു? 1/2 കിലോഗ്രാം. അപ്പോൾ ഒരു ബാഗിനകത്ത് എത്ര കിലോഗ്രാം വരും? 1.5 കിലോഗ്രാം. അപ്പോൾ നമുക്ക് എഴുതാം 1/4 of 6. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവിഷൻ മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ നോക്കുക, 1/4 × 6 എന്നല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്. ഇതിൽ 4 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, 6 എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ ഈവൻ നമ്പർ ആകുമ്പം ഇത് 2 എണ്ണത്തിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 4ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 2. 6ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 3. അപ്പോൾ 1/2 × 3 എന്ന് നമുക്കത് എഴുതാനായിട്ട് പറ്റും. അതിൻ്റെ പകുതി എടുത്താൽ ഒരേപോലെ നമ്മളിത് വെട്ടിക്കുറയ്ക്കുക എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് 1/2 × 3. ഇനി ഇതിനെ വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല, കാരണം 2 3 ഇതിന് കോമൺ ആയിട്ട് നമുക്ക് അതിനകത്ത് പറയാനൊന്നും പറ്റത്തില്ല. അപ്പം അത് നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോൾ 1/2 × 3. അപ്പോൾ ഇനി ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ 3യെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 / 2. അപ്പം 3നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 × 2 ആണ് 2 വരുന്നത്. 3ൽ നിന്ന് 2 പോകുമ്പോൾ 1. അപ്പോൾ നമ്മൾ ആദ്യം കോഷ്യൻ്റ് എഴുതി, ദെൻ റിമൈൻഡർ ബൈ നമ്മൾ 2. അപ്പോൾ 1 and 1/2 കിലോഗ്രാം. അപ്പോൾ ഓരോ സഞ്ചിയിലുമുള്ള അരി എന്ന് പറയുന്നത് എന്ത് വരും? 6ൻ്റെ 4ൽ ഒരു ഭാഗം, അതായത് 6ൻ്റെ 1/4 ഭാഗം. അപ്പം 6 × 1/4 = 3 × 2ൽ 1 = 1.5 കിലോഗ്രാം. അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, വാട്ട് ഇഫ് 6 കിലോഗ്രാം വെയർ പാക്ഡ് ഇൻ ടു 2 ബാഗ്സ്? അപ്പോൾ 2 ബാഗിൽ എടുക്കുവാണെങ്കിൽ, 2 സഞ്ചികളിൽ ആക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ 2 ബാഗ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 × 6. അപ്പോൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ 3 ബാഗ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ 1/3 × 6 എന്ന് എഴുതിയാണ്. ഇപ്പോൾ 5 ബാഗ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ 1/5 × 6 എന്ന് എഴുതിയാണ്. അങ്ങനെ. അപ്പോൾ എമൗണ്ട് ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ് ഈക്വൽ ടു 1/2 of 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 6. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ വേർഡ്സിൽ എഴുതുന്നതും ഇത് നമ്മൾ അതിൻ്റെ അരിത്തമെറ്റിക് രീതിയിൽ എഴുതുന്നതാണ്. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. 1/2 of 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 6. അപ്പം 6ൻ്റെ പകുതി എത്രയാണ്? 3. അപ്പോൾ 3 കിലോഗ്രാം. ഇനി ഓരോ സഞ്ചിയിലുമുള്ള അരി എന്ന് പറയുന്നത് എന്ത് വരും?
അരഭാഗം, അതായത് 2/1 ഭാഗം എന്ന് പറയുന്നത് എത്ര വരും? 3 കിലോഗ്രാം. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എത്രയായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്, എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ 6 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/6 × 6. അതെപ്പോഴും ഓർത്ത് വെക്കുക. എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുന്നത്. പിന്നെ ഓഫ് അല്ലെങ്കിൽ ഇൻറ്റു നമ്മളവിടെ എന്ത് വരും? മൊത്തത്തിലുള്ളത് എഴുതുക. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനി ബാക്കി 3 പ്രോബ്ലംസും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. Thank you for watching. Please subscribe and share my channel JX Max Corner.